Good morning, ma'am. Good morning, all. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening, all. ഞാനാണ് ക്ലാസ് എന്റെ ഫ്രൈഡേത്തെ ക്ലാസ് എടുത്തോളൂ കേട്ടോ. ഓക്കെ, സോ നിങ്ങൾ സെമിനാറിന് പ്രിപ്പയർഡ് ആണോ? വെള്ളിയാഴ്ചയാണെന്ന് കരുതി പ്രിപ്പയർ ചെയ്ത് മാം, അത്രയും നോക്കിയില്ല. സെമിനാറാണ് ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വന്നു. പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഗുഡ് ഈവനിങ്. ഇന്നാണോ സെമിനാർ? എന്റെ നെക്സ്റ്റ് ക്ലാസ്സിലാണെന്നാ ഞാൻ പറഞ്ഞത്. ഇന്നെടുക്കണോ? പ്രിപ്പയർഡ് ആണോ? മിസ് എന്ന് പറഞ്ഞാ എടുക്കാം. ഞാനൊന്ന് ബുക്ക് എടുത്താൽ മതി. ഗീതു അനീഷ്, ഗീതു ശ്രീകുമാർ. ഞാൻ നോക്കിയിട്ടുണ്ട് മാം, പക്ഷെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തില്ല. എടുക്കാം. വിനീത, അത് കുറെ പേര് MP6 എല്ലാം കുട്ടികളുണ്ടായിരുന്നു. വെള്ളിയാഴ്ച എന്ന് കരുതിയാണ്. മിസ്സിന് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എക്സാം ആന്ന് പറഞ്ഞപ്പോ മിസ് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞോണ്ട് നോക്കി, കുറച്ചേ നോക്കി വെച്ചുള്ളൂ. മേ ബി അത്രയും എത്തില്ലായിരിക്കും. എന്നാ നമുക്ക് ക്ലാസ് എടുത്താലൊന്ന്. സെമിനാർ നെക്സ്റ്റ് വീക്കിൽ എടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ, നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്തത് ഡയറക്റ്റ് ഇതാണ് പറഞ്ഞത് അല്ലെ? ഏതായിരുന്നു പറഞ്ഞത്? എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എയിം സെറ്റ് ആണ് പറഞ്ഞത്. അതില് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതായിരുന്നു? ഓക്കെ, ഇവാലുവേറ്റിംഗ് ആയിരുന്നു ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പോയിന്റ്. നെക്സ്റ്റ് ആണ് അപ്രൈസൽ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. നിങ്ങൾക്കറിയോ ഈ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്തത് ഇൻഡസ്ട്രിയിലും കൊമേഴ്സിലും ആയിരുന്നു. മാനേജ്മെന്റ് ഡിറൈവ് ചെയ്തത് നിങ്ങൾ വിചാരിക്കും കൊമേഴ്സുകാരായിരിക്കും ഈ മാനേജ്മെന്റ് ഡിറൈവ് ചെയ്തത്. അല്ലാണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡിറൈവ് ചെയ്തത് എന്താ പറയാ, ഹെൻറി ഫയോളും FW ടൈലർ, അല്ലെങ്കിൽ ഹെൻറി ഫയോൾ ആണെന്ന് പറയാം അല്ലെ? ഓൾഡ് മാനേജ്മെന്റ് കൺസെപ്റ്റ് ഡിറൈവ് ചെയ്തത് ഹെൻറി ഫയോൾ ആണ്. സോ ഹെൻറി ഫയോൾ എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. ഓക്കെ, എന്താണ്? ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹമാണ് ഈ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്തത്, ഡിറൈവ് ചെയ്തെടുത്തത്. അപ്പോ ഈ ആദ്യം നമ്മൾ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യം അപ്ലൈ ചെയ്തത് ഇൻഡസ്ട്രീസിലും ട്രേഡിലുമാണ്. എന്തിലാണ്? ഇൻഡസ്ട്രിയിലും ട്രേഡിലും. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്തത്,
നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് എന്ത് അപ്ലൈ ചെയ്തത്, ഈ തിയറി നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയത്. അത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ USA നമ്മൾ എന്ത് ചെയ്തത്, ഇത് അപ്ലൈ ചെയ്തത്. ഓക്കെ, USA അപ്ലൈ ചെയ്തത്. പിന്നീട് നമ്മളിപ്പോ എല്ലാ സിസ്റ്റത്തിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ്, മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ഫീൽഡിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ടോന്ന് നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ വർക്കിങ്ങും പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ സയൻസുകാരാണ് ഞങ്ങൾക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഫുൾ കൊമേഴ്സ് ആണ്, കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതൊന്നുമില്ല. കൊമേഴ്സ് ആണെങ്കിൽ അത് അക്കൗണ്ട്സ് മാത്രമാണ്. ബിസിനസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തത് ആരാണ്, ഹെൻറി ഫയോൾ ആണ്. അദ്ദേഹം ഒരു മൈനിങ് ഒരു എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം മൈനിങ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ എന്താ പറയാ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടുള്ള ജനറൽ തിയറി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഹെൻറി ഫയോൾ ആണ് നമ്മൾ ഫാദർ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സാധാരണ മാനേജ്മെന്റ് ഫാദർ ഓഫ് മാനേജ്മെന്റ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്, ഹെൻറി ഫയോളുടെ പേരാണ് എഴുതേണ്ടത് കേട്ടോ. ഫാദർ ഓഫ് മോഡേൺ സയന്റിഫിക് മാനേജ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവാരാണ്, FW ടൈലർ എന്ന് പറയും. അത് ജസ്റ്റ് നോക്കാനുള്ളൂ, നമ്മുടെ ടെസ്റ്റിൽ അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, ഹെൻറി ഫയോളിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. സോ ഹെൻറി ഫയോൾ ആരാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാനേജ്മെന്റിന്റെ പിതാവ്, മാനേജ്മെന്റ് തിയറിയുടെ പിതാവാണ് ആര്, ഹെൻറി ഫയോൾ. ഓക്കെ, നമുക്ക് റിലേറ്റഡ് ആയിട്ടൊരു ടോപ്പിക് പറഞ്ഞെന്നുള്ളൂ. ഇതൊരു പാരഗ്രാഫ് രൂപേണയാണ് പറയുന്നത്. സെക്കൻഡ് പറഞ്ഞത് FW ടൈലർ, ഫെഡറിക് വിൻസെന്റ് ടൈലർ. അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. നമുക്കത് പഠിക്കാനില്ല, അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. നമ്മള് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആസ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി ആൻഡ് പ്രാക്ടീസ് വാസ് ഡിറൈവ്ഡ് ഫ്രം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ. നമ്മൾ നേരത്തെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്നാണ് നമ്മൾ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഡിറൈവ് ചെയ്ത് വന്നത്. അത് പഠിച്ച് ആ മാനേജ്മെന്റ് തിയറീസിന്റെ ബേസിലാണ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന്റെ തിയറീസ് ഡിറൈവ് ചെയ്ത് വന്നത്. The first tested to industries and commerce. ആദ്യം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ടെസ്റ്റ് ചെയ്ത് എവിടെയാണ്, ഇൻഡസ്ട്രീസിലും കൊമേഴ്സിലുമാണ്. മെയിൻലി ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, USA നമ്മളത് ആദ്യം എന്ത് ചെയ്തത്, ടെസ്റ്റ് ചെയ്തത്. Then theory expansion largely involved the application of industrial models of education settings. അതിനുശേഷമാണ് ഈ ഒരു തിയറി നമ്മൾ എന്ത് ചെയ്തത്, എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലേക്ക്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അപ്ലൈ ചെയ്ത് ഈ ഒരു മോഡൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന മോഡല് നമ്മൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പിന്നീടാണ് നമ്മൾ അത് എന്ത് ചെയ്തത്, അപ്ലൈ ചെയ്തത്. നമുക്കറിയാം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിഫറെന്റ് ആണ് അല്ലെ. അക്കാഡമിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ രീതികളാണ്. അപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് മാനേജ്മെന്റിനെ കൊണ്ടുവന്നപ്പോ കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നോക്കാം. ആസ് ദ സബ്ജക്ട് ബിക്കം enriched as an academic field in its own rights. enriched എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു. അക്കാഡമിക് ഫീൽഡില് മാനേജ്മെന്റിന്റേതായ ഓൺ റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, നമ്മളൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാന്നാണ് അവരുടെ എയിം പറയുന്നത്. പക്ഷേ നമ്മള് എന്താ പറയാ, ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്വാളിറ്റി ആണ് അവിടെ മെയിൻ ആയിട്ട്. സർവീസ് മോട്ടീവ് ആണ് അല്ലെ. മാക്സിമം നമ്മൾ എന്ത് കൊടുക്കുക, ക്വാളിറ്റി സപ്പോർട്ട് കൊടുക്കുക, കുട്ടികളെ ബിൽഡ് ചെയ്തെടുക്കുക, അതൊക്കെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ എയിംസ്. വ്യത്യാസം ഉണ്ട് അവിടെ. ഓക്കെ, its theory, experts began to develop an alternative model. അപ്പൊ ഈ തിയറിയുടെ ബേസിൽ നമ്മളൊരു ഓൾട്ടർനേറ്റീവ് മോഡൽ എന്ത് ചെയ്തു, ഡിറൈവ് ചെയ്തെടുത്തു. അത് നമ്മൾ വിചാരിക്കും സെപ്പറേറ്റ് ആയിട്ടല്ല, ഈ തിയറീസിന്റെയും പ്രിൻസിപ്പിൾസിന്റെയും ബേസിൽ അതേപോലെ ഈ തിയറീസ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മോഡൽ, മാനേജ്മെന്റിന്റെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് മോഡൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു. ആ ഓൾട്ടർനേറ്റീവ് മോഡലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? ആസ് ദ സബ്ജക്ട് ബിക്കം enriched as an academic field in its own rights and
experience in school and college. By the 21st century, the main theory had either been developed in the educational concept. Okay, bye. Sorry, mistake read ചെയ്തത്. അപ്പോൾ കോളേജ് ആൻഡ് സ്കൂൾ വരെ റീഡ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു തിയറി നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ ഡെറൈവ് ചെയ്തു. By the 21st century, main theory had either been developed in educational context or had been suitable from industrial model to meet the specific needs of schools and colleges. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ മോഡൽസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലോ കൊമേഴ്സിലോ അപ്ലൈ ചെയ്ത ആ തിയറീസ് അല്ല നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ ഫീൽഡിൽ അപ്ലൈ ചെയ്ത്. കാരണം ഡിഫറെന്റ് ആണ്, ഡിഫറെന്റ് അല്ലേ. നമ്മൾ കൂടുതൽ എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഹ്യൂമൻ ഇൻഡിവിജ്വൽസിനെയാണ് കൺട്രോൾ ചെയ്യാനായിട്ട് വരുന്നത്. സോ ആ തിയറീസ് അല്ല, എന്നാൽ അതേപോലെ തന്നെ അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താ പറയാ, പ്രിൻസിപ്പിൾസിന് ഫോളോ ചെയ്തിട്ട് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്, എഡ്യൂക്കേഷൻ ഫീൽഡിൽ അപ്ലൈ ചെയ്തത്. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഹാസ് progressed from the beginning of new field depend upon the idea developed in other settings to become an established field with its own theories and research. അപ്പൊ എന്ത് ചെയ്തു, ഒരു പുതിയ ഫീൽഡ് അവിടെ ഡെറൈവ് ചെയ്തു. ഏതാണ് ഫീൽഡ്? എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫീൽഡ് ഡെറൈവ് ചെയ്തു. അപ്പൊ ഈ ഡെറൈവ് ചെയ്തത് നമ്മൾ ആദ്യം എന്ത് ചെയ്ത ഐഡിയാസിന്റെ സെറ്റിംഗ്സിന്റെ ഒക്കെ ബേസിലാണ്, തിയറീസിന്റെ റിസർച്ചിന്റെ ഒക്കെ ബേസിലാണ് ഒരു സെപ്പറേറ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് അതിൻ്റെതായ ഓൺ മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ ഡെറൈവ് ചെയ്തെടുക്കും. ആ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് സിസ്റ്റം. എഡ്യൂക്കേഷണൽ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എഡ്യൂക്കേഷൻ എന്നാ പറയുന്നത്, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് സിസ്റ്റം. There is no single all embracing theories of educational management. നമ്മൾ ഒത്തിരി തിയറീസ് ഉണ്ട്, ഒത്തിരി ഒരു സിംഗിൾ തിയറിയിൽ നമുക്ക് പറയാൻ പറ്റൂല. ഒരുപാട് തിയറീസ് ഉണ്ട് എഡ്യൂക്കേഷൻ മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്യുന്ന ഒത്തിരി തിയറീസ് ഉണ്ട്. സിംഗിൾ നമുക്കൊരു ഒറ്റ തിയറി ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. In part this give back the astonishing diversity of educational institutions. നമുക്കറിയാലോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇപ്പൊ നമ്മള് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ മുതൽ അല്ലെങ്കിൽ സിറ്റീസിലുള്ള സ്കൂളുകളിലും എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. നമ്മളിപ്പോ ഒരു ഗ്രാമത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്നതും ഒരു സിറ്റിയിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്നതും രണ്ടും രണ്ടല്ലേ, ഡിഫറെന്റ് ആയിരിക്കില്ല അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആണ്, കാരണം ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനനുസരിച്ച് അതിന്റെ മാനേജ്മെന്റ് ഡിഫറെന്റ് ആണ്. ഓക്കെ, എന്താ പറയുക, ഇൻ ദ പാർട്ട് ദിസ് ഗീവ് എ ബാക്ക് the astonished diversity of education institution ranging from small rural elementary school to very large universities and college. നമ്മൾ നോക്കുമ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡൈവേഴ്സിറ്റിക്ക് അനുസരിച്ച് ഇതിന് മാറ്റങ്ങൾ ഉണ്ട്. സ്മോൾ റൂറൽ എലിമെന്ററി സ്കൂൾ മുതൽ ലാർജ് യൂണിവേഴ്സിറ്റീസിലും കോളേജുകളിലും നമ്മൾ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. It reflects the multifaceted nature of the theory in education. ഞാൻ ലൈൻ വിട്ടുപോയോ? മിസ്സേ ഇറ്റ് റിലേറ്റ്സ് ആണ് വായിക്കേണ്ടത്. ഓക്കെ, it relates also to the multi nature of the problem encountered in schools and college, which one different approach and solution. അപ്പൊ നമ്മുടെ ഡിഫറൻസ് ആണ് പറഞ്ഞത്. റൂറൽ എലിമെന്ററി സ്കൂൾ മുതൽ ലാർജ് യൂണിവേഴ്സിറ്റീസിലും കോളേജുകളിലും വരെ നമ്മൾ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും വരുന്ന പ്രോബ്ലംസ് ഡിഫറെന്റ് ആണ്. സോ ഈ പ്രോബ്ലംസിനനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള അപ്രോച്ചുകളും ഡിഫറെന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും എടുക്കേണ്ടത്. 1 മിനിറ്റ് കേട്ടോ, എന്റെ മിസ്റ്റേക്ക് ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള എന്താണ് അപ്രോച്ചുകളും ഡിഫറെന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടതായിട്ട് വരുന്നത്. ഇപ്പോ ഓൾ ഇറ്റ്സ് റിഫ്ലെക്ട്സ് ദ മൾട്ടിഫേറ്റഡ് നേച്ചർ ഓഫ് ദ തിയറി ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ സയൻസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷന്റെ തിയറീസും സോഷ്യൽ സയൻസും കൂടി ഒരു റിലേറ്റ് ചെയ്തിട്ട് ഒരു തിയറി നമ്മൾ എടുത്തിരിക്കുകയാണ്. എന്ത്, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്.
students of educational management who turn to the organizational theory for guiding in their attempts to understand and manage the educational institutions will not find a single universally applicable theory, but a multiplicity of the theoretical approach, each jealously guard by particular epistemic community. P. Robinson. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്റ്റുഡന്റ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ തിയറീസും അവരുടെ അറ്റംപ്റ്റ്സും മനസ്സിലാക്കാനായിട്ട് നോക്കുക. എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒറ്റ സിംഗിൾ പ്ലാൻ ആയിരിക്കില്ല, അല്ലെ സിംഗിൾ പോളിസീസോ തിയറീസോ ആയിരിക്കില്ല. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോകമെമ്പാടും ആപ്ലിക്കബിൾ ആയിട്ടുള്ള തിയറീസും തിയററ്റിക്കൽ അപ്രോച്ചുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമുക്കറിയാം മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാല് യൂണിവേഴ്സിറ്റി ആപ്ലിക്കബിൾ ആണ്. ഇപ്പൊ കേരളത്തിലാവട്ടെ, ഇപ്പൊ പുറം രാജ്യത്ത് എവിടെ ആവട്ടെ, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് 14 മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാല് ആ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എവിടെ ആയാലും സെയിം ആണ്. അതേപോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെയും പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും നമുക്ക് നമ്മളുടെ ഇപ്പൊ ഇന്ത്യയിൽ അപ്ലൈ ചെയ്താലും പുറം രാജ്യത്ത് അപ്ലൈ ചെയ്താലും സെയിം എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് അപ്രൈസൽ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷനിൽ ഈ മാനേജ്മെന്റ് എങ്ങനെയാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോ ആദ്യം നമ്മൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏത് ഫീൽഡിലായിരുന്നു ആദ്യം ഇംപ്ലിമെന്റ് ചെയ്തത്? ഏത് ഫീൽഡിലായിരുന്നു? ഏതൊക്കെ ഫീൽഡിലായിരുന്നു? ഇൻഡസ്ട്രി കോമേഴ്സ്. ഓക്കെ, ഇൻഡസ്ട്രിയിലും കൊമേഴ്സിലും മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി എക്സ്പാൻഷൻ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എഡ്യൂക്കേഷണൽ സിറ്റിംഗ്സിൽ നമുക്ക് ഈ ഒരു മോഡൽ എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ നോക്കി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് എക്സ്പെരിമെന്റ്സും തിയറീസും എക്സ്പേർട്ട് ഒപ്പീനിയൻസ് ഒക്കെ വന്നതിന്റെ ഭാഗമായി നമ്മൾ പുതിയൊരു ന്യൂ ഫീൽഡാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തത്, ഡിറൈവ് ചെയ്തത് അല്ലെ. ആ ഒരു ഫീൽഡിന് നമ്മൾ പറയുന്ന പേരെന്താണ്? എഡ്യൂക്കേഷൻ മാനേജ്മെന്റ്. ഓക്കെ, എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആണ്. അപ്പൊ നമ്മളൊരു പുതിയ ഫീൽഡ് ഡിറൈവ് ചെയ്തെടുത്തു. ഈ തിയറീസിന്റെയും ഈ പ്രിൻസിപ്പിൾസിന്റെയും ഒക്കെ ബേസിൽ തന്നെ നമ്മൾ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു എന്ത് ഡിറൈവ് ചെയ്തെടുത്തു, ഒരു പുതിയ മെത്തേഡ്, അതായത് പുതിയൊരു ഫീൽഡ് തന്നെ ഡിറൈവ് ചെയ്തെടുത്തു. സാധാരണ മാനേജ്മെന്റ് അല്ല, എന്നാൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഒരു തിയറിയിൽ നിന്നാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ്, അവർക്ക് വേണ്ട ഡിഫറെന്റ് അപ്രോച്ചുകൾ നമ്മൾ ഡിറൈവ് ചെയ്തിട്ട്. നമുക്കറിയാം ഡിഫറെന്റ് ആയിട്ടാണ്, ഡിഫറെന്റ് ഡൈവേഴ്സിറ്റിയിലാണ് നമുക്ക് സ്കൂളുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്. സാധാരണ ഒരു ചെറിയ എലിമെന്ററി സ്കൂൾ മുതൽ വലിയ യൂണിവേഴ്സിറ്റീസും കോളേജുകൾ വരെ ഉണ്ട്. അപ്പോൾ ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഡിറൈവ് ചെയ്തെടുക്കുന്നത്. എന്നിരുന്നാലും എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനേജ്മെന്റ് ആയിരിക്കും കാണുന്നത്. നിങ്ങൾ പറയും നമ്മളുടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇന്ന രീതിയിലാണ് മാനേജ്മെന്റ്, മേ ബി അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ആ കൺട്രോളിംഗ് അതോറിറ്റിയും ഒക്കെയാണ് അവരുടെ മാനേജ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. എന്നിരുന്നാലും ഏകദേശം എല്ലാത്തിന്റെയും പ്രിൻസിപ്പിൾസും തിയറീസും എന്താണ്, മാനേജ്മെന്റിന്റെ തിയറിയുടെ ബേസിൽ നിന്നാണ് ഈ പ്രിൻസിപ്പിൾസും തിയറീസും ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ പറ. ഓക്കെ, എനിക്ക് കൺഫ്യൂസിങ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് പാരഗ്രാഫ് നമുക്ക് കാണുമ്പോൾ തന്നെ ചെറുപ്പം മുതലേ എനിക്ക് ഇഷ്ടമല്ല ഫുൾ ആയിട്ട് ഇങ്ങനെ പാരഗ്രാഫ് കാണുന്നത്. പോയിന്റ് ചെയ്യാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. പോയിന്റ് ആദ്യം ഒരു പോയിന്റ് പറഞ്ഞു റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ഓരോ പോയിന്റ് കണക്ട് ചെയ്ത് തന്നെ ഒന്ന് റീഡ് ചെയ്ത് നോക്ക് കേട്ടോ. ഓക്കെ, നിങ്ങൾ
നിങ്ങളൊന്ന് വായിച്ചത് മനസ്സിലാക്കി വെക്കുക, മീനിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാൻ നോക്കുക. ഡിപ്ലോമ പോലെ അല്ല പി ജി. പി ജി ഇത്രയും ഡിഫറെന്റ് ആണ്. രണ്ട് രീതിയിൽ പറയാം. പി ജി മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഭയങ്കര എളുപ്പമായിരിക്കും. കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മള് എത്ര ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് ചോദിക്കും അത്രയും ക്വസ്റ്റ്യൻസ് മാക്സിമം എന്നെ കൊണ്ട് തരാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ തരും. ഓക്കെ ഓക്കെ. കാരണം എനിക്കറിയാം പി ജി ഭയങ്കര പ്രശ്നമാണ്. ക്വസ്റ്റ്യനും ചാപ്റ്ററും ഒരു സുഖമില്ല. വായിച്ചു നോക്കും, മനസ്സിലാവുന്നുണ്ടോ എന്ന് വായിച്ചു നോക്കും കേട്ടോ. എല്ലാവരും റീഡ് ചെയ്തോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ?
ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, നോക്കാം കേട്ടോ. ആ ഒരു പോയിന്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? മനസ്സിലായല്ലോ? അപ്രൈസൽ ഓഫ് കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിൽ എങ്ങനെ നമ്മൾ കൺസെപ്റ്റ് എങ്ങനെ വിലയിരുത്തും എന്നാണ് ആ പോയിന്റ് പറഞ്ഞത്. ഈ എഡ്യൂക്കേഷൻ നമ്മൾ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും എപ്പോഴും കോമൺലി യൂസ് ചെയ്യാറില്ല. അഡ്മിനിസ്ട്രേഷൻ ഒന്നാണ്, മാനേജ്മെന്റ് ഒന്നാണെന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാറുണ്ടോ? കോമൺലി യൂസ് ചെയ്യാറുണ്ടോ? യൂസ് ചെയ്യാറില്ല നിങ്ങൾ? മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു വേർഡ്സ് ആണ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. രണ്ടും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോ educational management and educational administration are the terms used compatible. അനുയോജ്യമായിട്ട് നമ്മളത് രണ്ട് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. However, educational administration is a specialized activity which runs the entire educational program stream of human and material resource in a organized manner towards a fruitful and effective goal. നമ്മുടെ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. അത് എന്തിനാണ് റൺ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിന്റെ ഒരു ശാന്തതയ്ക്ക് വേണ്ടിയിട്ട്. സ്ട്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ശാന്തത എന്ന മീനിങ് വരുന്നത്. അപ്പോ നമുക്കറിയാലോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യേണ്ടത് ആരെയാണ്? ഹ്യൂമൻ റിസോഴ്സിനെയാണ് അല്ലെ? ഹ്യൂമൻ റിസോഴ്സിനല്ലേ? നമുക്ക് സ്റ്റാഫുകൾ ഉണ്ടാവും നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, അതർ സ്റ്റാഫ്സുകൾ എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. ഇത് കൂടാണ്ട് മറ്റേതാണ് ഹ്യൂമൻസ്? നമുക്ക് നമ്മുടെ എന്താ പറയാ ചിൽഡ്രൻസ്, കുട്ടികളെ നല്ല രീതിയിൽ മാനേജ് ചെയ്യണം. ഇത് കൂടാതെ മെറ്റീരിയൽ റിസോഴ്സ് ഉണ്ട്. നമുക്ക് ബിൽഡിങ്, ക്ലാസ് റൂം, ഫെസിലിറ്റീസ്, ബോർഡ്, ബെഞ്ച്, അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യേണ്ടത്? നമ്മളുടെ എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലപ്രദമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സിനെയും അതേപോലെ തന്നെ മെറ്റീരിയൽസിനെയും നല്ല രീതിയിൽ മാനേജ് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം. ഈ ഒരു പ്രോസസ്സാണ് എന്ത്? എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന്റെ തന്നെ ഒരു പാർട്ടാണ് എന്ത്? എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. നമ്മളൊരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം റൺ ചെയ്യുകയാണെങ്കിൽ ആ പ്രോഗ്രാമിന് വേണ്ട ഹ്യൂമൻ റിസോഴ്സിനെയും മെറ്റീരിയൽ റിസോഴ്സിനെയും നല്ല രീതിയിൽ മാനേജ് ചെയ്യും, ഓർഗനൈസ് ചെയ്യും. നമ്മുടെ ആ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരെ ഡയറക്റ്റ് ചെയ്യുന്നത് ആരാണ്? എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ് അത് ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നത് ആരാണ്? എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. Then education institution act in a dynamic environment. നിങ്ങൾക്ക് അറിയോ ഡൈനാമിക് എൻവയോൺമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് എഡ്യൂക്കേഷൻ എൻവയോൺമെന്റ് ആൻഡ് മാനേജ്മെന്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അനുസരിച്ച് അതെന്ത് ചെയ്യുന്നുണ്ട്? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. They therefore must constantly identify and implement the improvements in their own sector. നമ്മളുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റും അത് കണ്ടെത്തിയും അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യാം? ഇംപ്ലിമെന്റ് ചെയ്യുകയും വേണം. ഡൂയിങ് സോ റിക്വയർസ് ദ അഡ്മിനിസ്ട്രേറ്റർ. ആരാ ചെയ്യേണ്ട ആൾക്കാര്? അഡ്മിനിസ്ട്രേറ്റർ ചെയ്യണം. ഫാക്കൽറ്റീസ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഫാക്കൽറ്റി ആണല്ലോ. നമ്മൾ ഒരു ക്ലാസ്സിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാം പറയുമ്പോൾ ഫാക്കൽറ്റി ആണ്. ഫാക്കൽറ്റീസ് ആൻഡ് staffs to constantly assess the training and development opportunities. Maybe നമ്മൾ ട്രെയിനിങ് എടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ഫീൽഡ് പഠിക്കേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ട്രെയിനിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ എക്സ്ട്രാ ആയിട്ട് ട്രെയിനിങ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ,
Okay. Second, doing so require administrator, faculty, and staff to constantly assess the training and development opportunities. Constantly, നമ്മൾ training and development opportunities നമ്മൾ follow ചെയ്യേണ്ടതായിട്ട് വരും. The process of continuous renovation prosper when the mindset of the stakeholders is gathered towards constant monitoring, problem identification, and problem identification and research. പാരഗ്രാഫ് ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് ഡൗട്ട് വന്നതാണ്. അപ്പൊ നമ്മൾ പുതിയ റിനോവേറ്റീവ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റിനോവേഷൻസ് സംഭവിക്കുന്നുണ്ട്, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറേണ്ടതായിട്ട് വരും. അത് മാറുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാതെ, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് ഈ ഇടയ്ക്ക് എന്ന് വെച്ചാല് ലാസ്റ്റ് ഇയർ ആയിട്ട് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ന് വെച്ചാല് നമ്മുടെ ഡിഗ്രി 4 years ആക്കിയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞോ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നത് 4 years ആക്കിയത് അറിഞ്ഞു. അത് അത്ര എഫക്റ്റീവ് അല്ല എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. ഓണേഴ്സ് ഡിഗ്രി അത്ര എഫക്റ്റീവ് ആയിട്ടില്ല. കാരണം തന്നെ ഫസ്റ്റ് ഇയറിൽ ഫുൾ 1 words ആണ് കൊടുക്കുന്നത്. സെക്കൻഡ് ഇയർ മുതലാണ് കുട്ടികൾ പഠിച്ചു തുടങ്ങുന്നത്. അവരുടെ ഒരു ഇയർ എക്സ്ട്രാ അവർ പോവാണ്. സോ അങ്ങനെ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് ടീച്ചേഴ്സ് അവിടെ മാറേണ്ടതായിട്ട് വരുന്നു. അവരുടെ മൈൻഡ് സെറ്റ് മാറേണ്ടതായിട്ട് വരുന്നു. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് 3 വർഷം ഉണ്ടായിരുന്നുള്ളൂ ഡിഗ്രി. എങ്ങനെയെങ്കിലും 3 വർഷം കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് പോന്നാൽ മതി അല്ലായിരുന്നു നമ്മളൊക്കെ ചിന്തിച്ച്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് മാറി ഇപ്പൊ 4 വർഷം നമ്മളത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വന്നു. അതേപോലെ പണ്ട് നമ്മൾ ഡിഗ്രിക്ക് ചെയ്തിരുന്ന പോലെ എങ്ങനെയായിരുന്നു, റിട്ടേൺ ആയിട്ട് എഴുതിയാലേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അത് മാറി എന്താണ് നിങ്ങൾ ചെയ്യുന്ന പോലെ MCQ ടൈപ്പായി. എന്താണ് MCQ ടൈപ്പായി. അപ്പൊ അത് എളുപ്പമല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ അത് മോണിറ്റർ ചെയ്യും. അതിനനുസരിച്ച് നമ്മുടെ ഫീൽഡ് മാറ്റങ്ങൾ വരുത്തി എന്തെങ്കിലും പ്രോബ്ലംസ് വരാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യും. അതിന് വേണ്ടി റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണം. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാമോ? ഒരു എഡ്യൂക്കേഷണൽ സ്കൂൾ മാനേജ്മെന്റ് സിസ്റ്റത്തിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ് അറിഞ്ഞൂടാ? സ്റ്റുഡൻസ് വരുന്നുണ്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് വരുന്നുണ്ട്, ടീച്ചേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ടീച്ചേഴ്സ് വരുന്നുണ്ട്, പാരന്റ്സ് വരുന്നുണ്ട്, ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് വരുന്നുണ്ട്. ആരൊക്കെയാണ്? സ്റ്റുഡൻസ് ആണ് ഫസ്റ്റ്, സെക്കൻഡ് ടീച്ചേഴ്സ്, ദെൻ പാരന്റ്സ്, then school administrators, then community and government. Last വരുന്നത് community and government ആണ് ട്ടോ. നമ്മൾ കമ്മ്യൂണിറ്റി നമ്മുടെ സൊസൈറ്റിയിലെ കമ്മ്യൂണിറ്റി നിങ്ങൾ പഠിക്കൂ കേട്ടോ. അടുത്ത മൊഡ്യൂൾ 5 സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോ ഈ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ഈ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റുന്നതായിട്ട് വരും. അപ്പോ പാരന്റ്സ്, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പാരന്റ്സിന്റെ മൈൻഡ് സെറ്റ് മാറ്റുന്നുണ്ടായിട്ട് വന്നു. കാരണം നമ്മൾ പണ്ട് നമ്മൾ പഠിച്ചിരുന്ന 3 വർഷത്തെ ഡിഗ്രി ആയിരുന്നു. അത് മാറ്റിയിട്ട് നമ്മൾ 4 വർഷം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. 4 വർഷം നമ്മൾ കുട്ടികളെ ഡിഗ്രിക്ക് വിടേണ്ടതായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അതേപോലെ നമ്മളുടെ പണ്ട് പറയുന്ന പോലെ എഴുതി പഠിച്ചാലേ ശരിയാവുള്ളൂ, അതൊക്കെ മാറി എന്താണ് 1 words ആയി. അപ്പോ എഴുത്ത് മാറി, 1 words ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെയായി. നമ്മള് PSC ഒക്കെ ചെയ്യുക അതേപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മളുടെ മൈൻഡ് സെറ്റിലും ചേഞ്ചസ് വന്നു തുടങ്ങി. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ therefore perform a threefold task. അപ്പൊ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ടു മേക്ക് ഷുവർ എഫിഷ്യന്റ് വർക്കിംഗ്, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? 3 ടാസ്കുകൾ പെർഫോം ചെയ്യുന്നുണ്ട്. ആ 3 ടാസ്കുകൾ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. സ്റ്റാർട്ടിങ് എ സ്പെസിഫിക് പർപ്പസ്, നമ്മളത് സ്റ്റേറ്റിംഗ് എ സ്പെസിഫിക് പർപ്പസ്, എന്താണ് അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയും. മിഷനും വിഷനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ലക്ഷ്യങ്ങൾ എന്താണ്? മിഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ജനറൽ ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ പർട്ടിക്കുലർ. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ മിഷൻ എന്താണ്? നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കണം. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എയിം എന്താണ്? അതുവഴി ഇൻകം ഏൺ ചെയ്യണം എന്നുള്ളത് എന്താണ്? ഫസ്റ്റ് ടാസ്ക് നമ്മൾ ഫിക്സ് ചെയ്തു. ഓക്കെ, എന്താണ് നമ്മുടെ പർപ്പസ്
എന്താണ് എഡ്യൂക്കേഷന്റെ മിഷൻ, അതുവഴി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഗ്യാദർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തു. എൻഷുർ ദാറ്റ് വർക്ക് ഈസ് പ്രൊഡക്റ്റീവ്ലി nurturing the human resource to be productive in their end years. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സുകൾ നല്ല രീതിയിൽ ക്ഷമമായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഫലപ്രദമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഹ്യൂമൻ റിസോഴ്സ്, നമ്മുടെ കയ്യിലുള്ള ഫാക്കൽറ്റീസ് തന്നെ നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പൊ ഒരു വ്യക്തി നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ക്ലാസ് ആണ്, മോണ്ടിസോറി ആണല്ലോ നമ്മൾ പഠിക്കുന്നത്, മോണ്ടിസോറി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി അത് നല്ല രീതിയിൽ ആ ക്ലാസ്സിൽ എത്തുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കില്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കില്ല. കാരണം അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാൻ പോയി, അപ്പോ നിങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ടൈം ആയിരുന്നു, ഇന്റേൺഷിപ്പ് ആയിട്ടാണ് നിങ്ങൾ പോയത്. പക്ഷെ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളോട് കണ്ടിന്യൂ ചെയ്യാനായിട്ട്, പെർമനന്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കും. അതെന്താണ് അവിടെ വർക്ക്, അവിടെ ആ ഹ്യൂമൻ റിസോഴ്സിനെ എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാണ്, ന്യൂട്രിയം ചെയ്യാണ്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ഒരു വ്യക്തിയിൽ നല്ല കഴിവുകളുണ്ട്, നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മാനറിൽ യൂട്ടിലൈസ് ചെയ്താൽ മതി എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് എൻഷുർ ചെയ്യണം. എൻഷുർ ദാറ്റ് വർക്ക് ഈസ് പ്രൊഡക്റ്റീവ് ബൈ nurturing the human resource to be productive in their endeavors. ശ്രമം എന്നുള്ള മീനിങ് ആണ്. ഇനി അടുത്താണ് ഡിസൈനിങ് ആൻഡ് മെയിൻറ്റെയിനിങ്. Designing and maintaining an environment in which individuals work together in a group effectively to attain a set of goal. നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്, നല്ല വർക്ക്, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് നല്ല താല്പര്യം ഉണ്ടാവും. പക്ഷെ എപ്പോഴും നമുക്ക് ക്രിറ്റിസിസം, അതേപോലെ തന്നെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവുമോ? ഉണ്ടാവോ? നമുക്ക് തന്നെ നമ്മളോട് ഒരു രസമില്ല മാനേജ്മെന്റ്. നമ്മൾ പറയാറില്ലേ, ഇന്ന മാനേജ്മെന്റ് ഒരു രസമില്ല, അവർ നയങ്ങളൊന്നും അത്ര പോരാ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ വരാണെങ്കിൽ നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ വേണ്ടത് ഒരു പോസിറ്റീവ് ആയിട്ടൊരു എൻവയോൺമെന്റ് ആണ്, വർക്ക് ചെയ്യാനായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ആരോട് വിളിച്ച് അഭിപ്രായം പറയാനായിട്ട് പറ്റും. പ്രസിദ്ധ മാമിനോടോ ജയദേവ് സാറിനോടോ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് വിളിച്ച് അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും നമുക്ക് പറ്റും. ഇൻഫർമേഷൻ അവർ ഗ്യാദർ ചെയ്യുന്നുണ്ട്. ഡെയിലി ഓർ വീക്ക്ലി തന്നെ ഇൻഫർമേഷൻസ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അക്യൂർ ചെയ്യുന്നുണ്ട്. ഡേ ടു ഡേ ഇൻഫർമേഷൻസ് പറ്റുകയാണെങ്കിൽ അതുപോലും എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ എൻവയോൺമെന്റ് നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. ഇപ്പൊ എന്തെങ്കിലും വഴക്ക് പറയണമെങ്കിൽ പോലും നമ്മുടെ മിസ്റ്റേക്ക് ഒക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് വഴക്കൊക്കെ പറയുമെങ്കിലും പക്ഷെ ആ വഴക്ക് പറയുന്ന രീതിയിൽ നല്ല വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വാൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ പോലും അത് ഫ്രണ്ട്ലി ആയിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഫ്രണ്ട്ലി ആയിട്ടൊന്നല്ല, അത് പറയുന്നുണ്ട്, എന്നാലും നമുക്കത് ഫീൽ ആകാത്ത രീതിയിലാണ് അവർ പറയുന്നത്, ഒത്തിരി ഫീൽ ആവാത്ത രീതിയിൽ. പക്ഷെ ഇങ്ങനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ്സിന്റെ ഭാഗത്ത് ഒരിക്കലും ഞങ്ങൾ ആ ഒരു പ്രശ്നം വരും എന്ന് വിചാരിച്ചിരുന്നില്ല, അത്രയും ഞങ്ങൾക്ക് വിശ്വാസമായിരുന്നു മിസ്സിനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റ് ആയി പോവില്ലേ? ഇല്ല, ഞാൻ പറയുന്നതിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ലേ? ഈ ബോറിംഗ് ആയിട്ടുള്ള ലെസൺ കാരനോട് ഞാൻ ഓക്കെ എവിടെ നോക്കി എക്സാമ്പിൾ ഒക്കെ പറഞ്ഞു തന്നത് ഓക്കെ അല്ലേ? മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണേ. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. 3 ടാസ്കുകളുടെ കാര്യം പറഞ്ഞു. Education administration deals with the excellent functioning of the institution by developing human policy in a balanced manner. നമ്മുടെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡീൽ ചെയ്യുന്നത് എന്താണ്? എക്സലന്റ് ഫങ്ഷനിങ് ആണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എക്സലന്റ് ആയിട്ടുള്ള ഫങ്ഷനിങ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ പേഴ്സണാലിറ്റീസ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡ്യൂക്കേഷനെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലിമെന്റ്, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ? ഓരോ ഇൻഡിവിജ്വൽസും എൻറ്റയർലി ഡിഫറെന്റ് ആണ്.
അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസിന്റെ പേഴ്സണാലിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. നമ്മുടെ ഓർഗനൈസേഷൻ ആണെങ്കിൽ 150 സ്റ്റാഫ്സ് ഉണ്ട്. 150 സ്റ്റാഫ്സിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് നമ്മൾ ഓരോ ദിവസത്തെ ടാസ്കും കറക്റ്റ് ആയിട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താണ് ഇവിടെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷന് അതിൻ്റെതായ ഒരു എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഉണ്ടെന്നാണ്. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്നു, അതേപോലെ റെക്കോർഡ് ക്ലാസ് കിട്ടുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്നിക്കൽ ടീം അത്രയും കഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ ടൈമിൽ പോലും ഇവിടെ ടെക്നിക്കൽ ടീമില് സ്റ്റാഫ്സ് ഉണ്ട്. അതേപോലെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നു അല്ലെ. എക്സാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എക്സാം അവിടെ എഴുതാണെങ്കിൽ പോലും ഇവിടെ നമ്പർ ഓഫ് സ്റ്റാഫ്സ് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒത്തിരി സ്റ്റാഫുകൾ അസൈൻ ചെയ്യുന്നുണ്ട്. അതേപോലെ മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ റെക്കോർഡ് ക്ലാസ് നമുക്ക് അവൈലബിൾ ആവുന്നില്ലേ. ഡെയിലി എടുക്കുന്ന ക്ലാസ് നെക്സ്റ്റ് ഡേ നമുക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോസസ്സ് എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ട്. അതേപോലെ പിന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് പേഴ്സണാലിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്. PROന്റെ ഫുൾ ഫോം എന്താണ് അറിയോ? പബ്ലിക് റിലേഷൻ ഓഫീസർ. Public relation. പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, പേഴ്സണൽ റിലേഷൻ. ഓക്കെ, മേ ബി പേഴ്സണൽ റിലേഷൻ ഓഫീസർ. ഓക്കെ, PRO രണ്ടും പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻസോ എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആറ് വഴിയായിരിക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? PROs വഴിയായിരിക്കും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. ദിവസത്തെ ക്ലാസ് പോരാ എന്നാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ മേ ബി PROനെ വിളിച്ചായിരിക്കില്ലേ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അല്ല അല്ല, വേണ്ട. ക്ലാസ് നല്ലതാണെന്നുള്ളത് പറയണെങ്കിലോ? എന്താ മാം മനസ്സിലായില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ PROs വഴിയായിരിക്കും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഹ്യൂമൻ റിസോഴ്സിന് നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള മാനേഴ്സിലൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അവരെ കൊണ്ട് എക്സലന്റ് ആയിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യിക്കുന്നു. ഇതാണ് എവിടെ സംഭവിക്കുന്നത്? എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ സംഭവിക്കുന്നത്. ഇനി educational administration is concerned with the efficiency and promise that manpower readiness in pursuit of the goal. നമ്മൾ എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനിൽ കൺസേൺ ചെയ്യുന്ന എഫിഷ്യന്റ് ആൻഡ് പ്രോമിസ് എഫിഷ്യൻസി ആണ്. എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും. കറക്റ്റ് ആയിട്ടുള്ള ടാസ്കുകൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യണം. അതാണ് എഫിഷ്യൻസി. പ്രോമിസ് ദ മാൻ പവർ എവിഡൻസ് ഇൻ പർസ്യൂട്ട് ഓഫ് ഗോൾ. എന്തിനാ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വർക്കുകൾ എഫിഷ്യൻസിയോട് കൂടി ചെയ്യേണ്ടത്? നമ്മളുടെ ആ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഇറ്റ് റിട്രേസ് ദ പ്രാക്ടിക്കൽ മെഷേഴ്സ് adopted to ensure that the system of work assists the educational process and helps realize the set of goals and objectives for the benefits of the shareholders. Benefits of all stakeholders. നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുവഴിയാണ് നമ്മൾ നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സും ഗോൾസും എന്ത് ചെയ്യാനായിട്ട്, അച്ചീവ് ചെയ്യാനായിട്ട്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ മാത്രം അച്ചീവ് ചെയ്യല്ല, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ ടീച്ചേഴ്സ്, അതേപോലെ തന്നെ നമ്മുടെ പാരന്റ്സ്, കുട്ടികളുടെ പാരന്റ്സ്, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ്, അവരുടെ ഒബ്ജക്റ്റീവ്സും കൂടി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് സിസ്റ്റം തന്നെ എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് റീഡ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ.
ക്ലിയർ ആയോ? എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ക്ലിയർ ആയോ? ഇത്ര ഉള്ളു പിള്ളേരെ ടഫ് ആയിട്ടുള്ള പോർഷൻ. തീർന്നു. നമുക്ക് മനസ്സിലാവാത്തത് തീർന്നു. രണ്ട് ഇത് പക്ഷെ എനിക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. ആപ്ലിക്കേഷൻ 2 പേർക്ക് സെമിനാറിന് അസൈൻ ചെയ്ത് കൊടുക്കണം. ആരാണ് അതെടുക്കാൻ റെഡി ആയിട്ടുള്ളവര്? അസൈൻ ചെയ്യണം, അതെന്തായാലും നിർബന്ധമാണ്. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഈ ഒരു ഇതില്ലേ എന്താണ് ഈ ഒരു പാരഗ്രാഫ് രണ്ടാമത്തെ പോയിന്റ് ഫുൾ എന്ത് ചെയ്യാ, ഫോട്ടോ എടുത്തിട്ട് അത് പോയിന്റ് ആക്കാം. നമ്മള് ഗൂഗിളിലോ നമ്മളത് പോയിന്റ് ഔട്ട് ചെയ്യാം. പോയിന്റ് ഔട്ട് ചെയ്യാം. നിങ്ങളത് ഈ പാരഗ്രാഫ് ഫുള്ളും പോയിന്റ് ഔട്ട് ചെയ്യാം. പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഓരോ പോയിന്റ്സിന്റെയും മീനിങ്സ് എന്താണ് അത് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് അതൊന്ന് റീഡ് ചെയ്ത് ഇതായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ആ കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. ആരെടുക്കും അപ്രൈസൽ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ? കോൺഫിഡൻസോട് കൂടി ധൈര്യത്തോട് വന്നോ. നമ്മളിത് സെമിനാർ കണ്ടക്ട് ചെയ്യണമെന്ന ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ആ ടൈമിലത്തെ പെർഫോമൻസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. അത് ടോപ്പിക് അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. ഈ ടോപ്പിക് ടഫ് ആണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അതനുസരിച്ച് എന്ത് ചെയ്യുള്ളൂ, വാല്യൂ ചെയ്യുള്ളൂ. ഓക്കെ, പേടിക്കൊന്നും വേണ്ട കേട്ടോ. ആരെങ്കിലും ഒരാളൊന്ന് റെഡി ആയി വന്നേ. ലിമിറ്റ് നോക്കി. എന്നത്തേക്കാണ്? നെക്സ്റ്റ് വീക്ക് ആണ്. നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ മേ ബി വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ ഏത് ദിവസം എടുക്കാൻ റെഡി ആയിരിക്കും. മേ ബി ഇത്രയും പോർഷൻ എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള വീക്ക് ആയിരിക്കും കിട്ടുക. എന്നാലും സെമിനാർ കണ്ടക്ട് ചെയ്യും. ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ ഫുൾ സെമിനാർ കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഷമീർ ഓക്കെ ആണോ? നോക്കാം മിസ്, എടുത്ത് നോക്കാം. ഓക്കെ ഓക്കെ. മോനെ പേര് ഫുൾ നെയിം ഷമീമ യൂസഫ് എന്നാണ്. ഷമീമ യൂസഫ് എന്നാണ്. യൂസഫ്. MD 8 ആണ്. MD 8 അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. അതെടുക്കാൻ ആരാ താല്പര്യം? എളുപ്പമാണ് കേട്ടോ. ആ ഫസ്റ്റ് പോയിന്റിനേക്കാളും എളുപ്പമാണ് അഡ്മിനിസ്ട്രേഷൻ. ആരാ താല്പര്യം? ലിജി മോൻ എടുത്തോ? ലിജി എടുത്തോടാ? മിസ് ഇത് ഇംഗ്ലീഷ് ഇങ്ങനെ അത് ഇംഗ്ലീഷ് വായിച്ചിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയണം, അങ്ങനെയാണോ? അല്ല, എന്ന് വെച്ചാല് മോൻ സെമിനാർ എടുക്കുന്നതിനേക്കാളും മുമ്പ് നമ്മളത് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈച്ച് പോയിന്റ്സ് വെച്ചിട്ട് അതിന്റെ മീനിങ് നോക്കി അത് പ്രിപ്പയർ ചെയ്യാം. മീനിങ് അത് മനസ്സിലാക്കാൻ നോക്കാം. എന്നിട്ട് അത് ഓൺ വേർഡ്സിൽ മലയാളത്തിലായാലും പറഞ്ഞാൽ മതി. ഓർ ഇംഗ്ലീഷ് റീഡ് ചെയ്യണമെന്നില്ല, കാരണം ഓൾറെഡി ഞാനത് റീഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് മലയാളത്തിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി. ഓക്കെ, എന്താണോ മോന് മനസ്സിലായത് ഈ ഒരു പോർഷനിൽ നിന്ന് മോൻ എന്താണ് മനസ്സിലായത് ആ മീനിങ് മാത്രം ഒന്ന് പറഞ്ഞാലും മതി. ലിജി മോനെ ഏതാണ് ബാച്ച്? അപ്പോ അത്രയുമാണ് നമ്മൾ സെമിനാർ 2 പേർക്ക് അസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വീക്ക് ഇത്രയും കുട്ടികൾ സെമിനാറിന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ എല്ലാവരും റെഡി ആയിട്ടിരിക്കണം. കാരണം ലേറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈവയുടെ മാർക്ക് എന്ത് ചെയ്യുമ്പോൾ ഇത് അഫക്ട് ചെയ്യും. PGയുടെ നിങ്ങൾക്ക് അറിയാലോ വൈവ സെപ്പറേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക, സെമിനാർ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. MT6 MT7 കമ്പൽസറി ആയിട്ട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് നേരത്തെ മാർക്ക് എൻട്രി ചെയ്യേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ സെമിനാർ എടുക്കുക കേട്ടോ. 10th ക്ലാസ് ആണ്. ഫ്രൈഡേ ആണോ എന്ന് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. മേ ബി എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ ഞാനൊന്ന് ലീവ് ചെയ്തോട്ടെ. ടീച്ചേഴ്സിന് ഒരു മീറ്റിംഗ് നടക്കുന്നു മാം. കഴിഞ്ഞോ? ക്ലാസ് കഴിഞ്ഞായിരുന്നു? ഓക്കെ, ക്ലാസ് ഓക്കെ മാം, താങ്ക് യു. ഗുഡ് നൈറ്റ് മാം. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് ജസ്റ്റ് ഒന്ന് ഞാൻ ആ ഒരു ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. പിന്നെ പോയിന്റ്സ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. The main function of education administration are മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ പെർഫോം ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കാം. എക്സിക്യൂഷൻ ഓഫ് പ്ലാൻസ് ആണ്. നമ്മൾ പ്ലാൻസ് നടപ്പിലാക്കുന്നത് ആരാണ്? എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. നമ്മൾ പ്ലാൻസ് നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അവർക്ക് വേണ്ട ഡയറക്ഷൻ കൊടുക്കണം. ആര് എന്ത് ജോബ് ചെയ്യണം,
എന്നുള്ള ഡയറക്ഷൻ കൊടുക്കേണ്ടത് ആരാണ്? എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആണ്. സൂപ്പർവൈസ് ചെയ്യണം. അവരെന്ത് വർക്കാണ് ചെയ്യുന്നത്, അവർ ഏത് ഫീൽഡിൽ എന്ത് വർക്കാണ് അവർ പെർഫോം ചെയ്യുന്നത്, അത് ഓരോരുത്തരും നമ്മൾ എന്ത് ചെയ്യണം? സൂപ്പർവൈസ് ചെയ്യണം. അഡ്വൈസ് ചെയ്യണം. വേണ്ടേ? അതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഈ രീതി ശരിയല്ല, വേറൊരു രീതിയിലാണ് ചെയ്യേണ്ടത്, നമ്മൾ അഡ്വൈസ് ചെയ്യും. സ്റ്റിമുലേഷൻ, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും അല്ലെ? അവരെന്ത് ചെയ്യും? മോട്ടിവേറ്റ് ചെയ്യും. വർക്ക് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യും, എന്ന് വെച്ചാൽ മോട്ടിവേറ്റ് ചെയ്യും. മേ ബി ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ബോണസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അവർ സ്റ്റിമുലേറ്റ് ചെയ്യാണ്, നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാണ്. എക്സ്പ്ലോറേഷൻ, ന്യൂ ഐഡിയാസ് നമ്മൾ എന്ത് ചെയ്യും? എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മൾ എപ്പോഴും ലീഡ് ചെയ്യും. നമ്മൾ എപ്പോഴും എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ലീഡാണ് ചെയ്യുന്നത്. ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവരെയും ലീഡ് ചെയ്ത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗോളിലേക്ക് ലീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ വീക്ക് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അവർക്ക് വേണ്ട ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ എംപ്ലോയീസിന്റെ അടുത്ത് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും. എംപ്ലോയീസിന്റെ അടുത്ത് മാത്രമല്ല, സ്റ്റാഫുകളുടെ അടുത്ത് മാത്രമല്ല, കുട്ടികളുടെ അടുത്ത് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും. എന്നിട്ട് അവരോട് ചോദിക്കും ഫീഡ്ബാക്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ്, ഏതെങ്കിലും ഫീച്ചേഴ്സ് ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യും. അതിൻ്റെതായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയും ചെയ്യും. ഇത്രയുമാണ് മെയിൻ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ്. ഇവിടെ മുതൽ ഇനി ഈ ചാപ്റ്റർ ബാക്കിയുള്ളത് എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ പേടിക്കേണ്ട, അത്രയും ടഫ് ആയിട്ടുള്ള പോർഷൻസ് അല്ല, കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ നെക്സ്റ്റ് വീക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് സെമിനാറിന്റെ കുട്ടികൾ കറക്റ്റ് ആയിട്ട് കയറാൻ നോക്കാം. കാരണം ഒറ്റ ചാൻസ് നിങ്ങൾക്ക് സെമിനാറിനുള്ളൂ. എന്നുവെച്ചാല് സെമിനാറിന് മാർക്ക് എൻറ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്ക് രണ്ടാമത് സെമിനാർ എടുക്കാന്ന ഒരു ഓപ്ഷൻ PG-യിൽ ഇല്ല. ഓക്കെ, അപ്പൊ മാക്സിമം അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള സെമിനാറുകൾ അന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ ഓരോ കുട്ടികളുടെ പേര് പറയാം. വാട്ട് മാനേജ്മെന്റ് എന്നുള്ളത് പ്രസീതയാണ് എടുക്കേണ്ടത് MP8-ൽ നിന്ന്. ബേസിക് ഫങ്ഷൻസ് ഗീതു ശ്രീകുമാർ ആണ് MP8. വാട്ട് ഈസ് ആൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് വിനീതയാണ് MP6. എക്സാം ഒന്നും ഇല്ല, അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് ആണ്, അതുകൊണ്ട് നമുക്ക് ആ പ്രശ്നം വരുന്നില്ല. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് 8 ഫാത്തിമ ആണ്, MP7-ൽ നിന്നാണ് കുട്ടി എടുക്കുന്നത്. ദെൻ പ്ലാനിംഗ് എന്നുള്ള പോർഷൻ അപർണ SD ആണ് MP7. ഓർഗനൈസിംഗ് ഉഷയാണ്, ഉഷനെ കാണാനില്ല. ഓക്കെ, ഉഷയാണ് MP6 ആണ്. ഡയറക്ടിങ് അത് ദിവ്യാണ്. ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ദിവ്യാണ്, MP6 ആണെന്ന് തോന്നുന്നു. ദെൻ രേഷ്മ, ദിവ്യ ഓക്കെ അല്ലെ, MP6 ആണ്. രേഷ്മ MP7 ആണ്, MP8 ആണ്. ഞാൻ ലാസ്റ്റ് തന്നിരിക്കുന്ന ഷെമീനയ്ക്കും പിന്നെ ലിജിക്കുമാണ്. എഡ്യൂക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ലിജിക്ക്. അപ്രൈസൽ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ആർക്കാണ്? ഷെമീനയ്ക്കും ആണ് തന്നിരിക്കുന്നത്. ഇവരെല്ലാവരും സോറി. അപ്പൊ ഇത്രയും കുട്ടികൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാവണം. ബാക്കിയുള്ളവരും വേണം. മേ ബി ഞാൻ ചിലപ്പോൾ 2-3 പേർക്ക് സെമിനാർ എടുക്കാനായിട്ട് അലോ ചെയ്യുള്ളൂ. മേ ബി ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. അപ്പോ നിങ്ങൾ സെമിനാർ എടുക്കാൻ റെഡി ആയിട്ടുള്ളവര് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? അന്നത്തെ ദിവസം പ്രസന്റ് ആയിരിക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വീക്ക് ആണ്, നെക്സ്റ്റ് ഫ്രൈഡേ തന്നെ ആയിരിക്കും സെമിനാർ കേട്ടോ, മാറ്റൊന്നുമില്ല. മിസ്സേ, അതിൽ ഒരാള് വന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പോർഷൻ എടുക്കാൻ പറ്റുമോ? അടുത്ത പോർഷൻ എടുക്കാൻ പറ്റും. ആ ഒരാൾ വന്നിട്ടില്ലെങ്കിൽ അയാളുടെ സെമിനാർ പോർഷൻ ഒരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ആ ആളുടെ ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, നിങ്ങൾ സെമിനാർ എടുക്കുന്ന പോർഷൻസ്, അവർ സെമിനാർ എടുക്കുന്ന പോർഷൻ നമ്മൾ ക്ലാസ്സിലൊക്കെ സെമിനാർ എടുത്തു കഴിഞ്ഞാൽ സെമിനാർ റിപ്പോർട്ട് എഴുതാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടോ? അപ്പൊ സെമിനാർ റിപ്പോർട്ട് എഴുതി സൂക്ഷിക്കണം. ഓക്കെ അല്ലേ? കാരണം സെമിനാർ റിപ്പോർട്ട് നമ്മൾ എടുക്കുന്ന പോർഷൻ നമ്മൾ തന്നെ സെമിനാർ റിപ്പോർട്ട് എടുത്ത് സൂക്ഷിക്കല്ലേ? മറ്റൊരാൾ എടുക്കുന്ന വേണ്ട, നമ്മൾ എടുക്കുന്ന സെമിനാറിന്റെ സെമിനാർ റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇനി ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇപ്പൊ ഓരോരുത്തരും സെമിനാർ എടുക്കുന്നുണ്ടല്ലോ, അപ്പൊ നമ്മൾ യൂസ് ചെയ്ത പോയിന്റ്സുകൾ നമ്മൾ നോട്ട് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ആണ്, ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും. ഇൻട്രൊഡക്ഷൻ, പിന്നെ ബോഡി ഓഫ് കണ്ടന്റ്, പിന്നെ കൺക്ലൂഷൻ. അതിന്റെ ഫോർമാറ്റ് ഞാൻ വേണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. സെമിനാർ റിപ്പോർട്ടിന്റെ ഫോർമാറ്റ് വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. പക്ഷെ സെമിനാർ റിപ്പോർട്ട് കമ്പൽസറി ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ നമുക്ക്
നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് തന്നെ വരാം. സെമിനാറിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ഞാൻ ചെയ്യും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ആ സമയത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ഇപ്പോ ഒരു പോർഷൻ ഞാൻ സെമിനാർ എടുക്കാൻ പോകണം. ഞാൻ നെക്സ്റ്റ് സെമിനാർ എടുക്കുന്നത് ഞാനാണ്. എനിക്ക് ഇന്നൊരു പോയിന്റ് ഡൗട്ട് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആ പോയിന്റ് മാക്സിമം അറിയുന്ന രീതിയിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെമിനാർ എടുക്കാനും പറ്റും. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. ഓക്കെ, ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു മിസ്. ഗുഡ് നൈറ്റ് മിസ്. Good night.